കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താരസംഘടനയായ അമ്മയിൽ ഒരുപാട് പ്രശ്നങ്ങളും വിഷയങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിലിപ്പോൾ പ്രധാനമായും കാരണമായി കാണിക്കുന്നത് അൻസിബയുടെ തന്നെയാണ്. അൻസിബയുടെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആക്ഷേപിക്കാൻ തുടങ്ങിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം അഷ്റഫ് പറഞ്ഞ കാര്യം ഇതിന് വ്യക്തമായി തന്നെയാണ്. പ്രമുഖ നടൻ അൻസിബയെ പറ്റി വളരെ മോശമായി പറഞ്ഞു എന്ന് തന്നെയാണ് അഷ്റഫും പറയുന്നത്. എന്നാൽ ഇത് ഏത് നടനാണെന്ന് ഇതുവരെ വ്യക്തമാക്കി അഷ്റഫും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അമ്മയുടെ തലപ്പത്ത് നിൽക്കുന്ന ഒരു നടനാണ് എന്നും ഇത്രയും വലിയ സ്ഥാനത്തുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു നടിയെപ്പറ്റി വേണ്ട ഒരു സ്ത്രീയെപ്പറ്റി ഇത്രയും മോശമായ കാര്യം പറയുന്നത്? അൻസിബയെ അമ്മയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാക്കിയ ശേഷം അവളുടെ പേര് അതിൽ നിന്നും വെട്ടിമാറ്റണം എന്നായിരുന്നു ആ നടൻ പറയുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ ഒരു മോശമായ ഒരു വാക്കുകൂടി ഉപയോഗിച്ചു എന്ന് തന്നെയാണ് കാരണം. അമ്മയിൽ ഒരുപാട് കാലങ്ങളായി ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊന്നും തന്നെ തീർപ്പുണ്ടാക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. അതിലെ ഓരോ ഭരണഘടനയുടെ മാറ്റങ്ങൾ വന്നുകൊണ്ടേ തീരാവൂ എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അമ്മയുടെ സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ്. ഇവിടെ ഇരയാക്കപ്പെട്ടവരെക്കാൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സിസ്റ്റമാണ് അമ്മയിൽ നടക്കുന്നത് എന്നും ഇതിന് പ്രധാനമായ കാരണം മതവും ജാതിയും എല്ലാം തന്നെ എടുക്കുന്നുണ്ട് എന്നെല്ലാം തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ പറയപ്പെടുന്നത്. അൻസിബിയെ ജിഹാദി എന്നും മതം മാറ്റിയവളെന്നും അങ്ങനെ ഒരുപാട് പേരുകൾ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെയാണ് അവളെ മാറ്റി നിർത്തുന്നത് എന്നും അവൾ ഒരുപാട് വിമർശിക്കുന്നു എന്നും പറയുന്നു. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളും വേർതിരിവുകളും ഒന്നും തന്നെ ഇത്രയും വലിയൊരു താരസംഘടനയിൽ നടക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു കുറ്റകൃത്യം തന്നെയാണ്. ഇതിൽ മാറ്റി നിർത്തുന്ന ഒരുപാട് ഇരകളെ പറ്റിയും അഷ്റഫ് കഴിഞ്ഞ ദിവസം സംസാരിക്കുകയുണ്ടായി. ഇതിനെ പ്രതികരിച്ച് പ്രമുഖ താരങ്ങളും മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരങ്ങൾ രംഗത്ത് വരണം എന്ന് തന്നെയാണ് പലരുടെയും അഭിപ്രായങ്ങൾ. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സീനിയർ ആയിട്ടുള്ള നടന്മാർ തമ്മിൽ കൈകാര്യം ചെയ്താലേ ശരിയാവുകയുള്ളൂ എന്ന് പ്രമുഖ യൂട്യൂബേഴ്സും പറയുകയാണ്. അതുമാത്രമല്ല, മലയാളികളെല്ലാം തന്നെ മോഹൻലാൽ, മമ്മൂട്ടി പോലുള്ള താരങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് എന്നറിയാനും കാത്തിരിക്കുക തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നൊരു മറുപടി പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ മലയാളികളും കാത്തിരിക്കുന്നത്. എന്നിരുന്നാലും ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സ്. ഇത്തരം വാർത്തകൾ എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്.